മക്കൾസ് നമ്മുടെ എയ്ത്തില് നമ്മളോട് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അഥവാ സ്ഥിത വൈദ്യുതി ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇലക്ട്രോസ്കോപ്പ്. ഓക്കെ, അപ്പൊ ഇലക്ട്രോസ്കോപ്പിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വെക്കുക എന്നുള്ളത് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇലക്ട്രോസ്കോപ്പിനെ അങ്ങോട്ട് വിശദമായി കീറി മുറിച്ച് അങ്ങോട്ട് പഠിക്കാം വളരെ കുറഞ്ഞ ടൈമിൽ. അപ്പൊ നന്നായിട്ട് ശ്രദ്ധിച്ചോ. അപ്പൊ ഇലക്ട്രോസ്കോപ്പ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ആ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഇതെന്തോ വലിയ സംഭവമാണെന്ന്. വളരെ വളരെ പാവപ്പെട്ട ഒരു മനുഷ്യനാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോസ്കോപ്പിന്റെ അകത്തുള്ള പാർട്സുകൾ എന്തൊക്കെയാന്നുള്ളത് ആദ്യം പഠിക്കാം. നമുക്കൊരു മെറ്റൽ സ്ഫിയർ, ഒരു ലോഹ ഗോളം ഉണ്ടാകും. ഓക്കെ, ഒരു ലോഹ ഗോളം ഉണ്ടാകും. അതിന് നമ്മളൊരു കണ്ടക്ടർ വെച്ചിട്ട് ഇങ്ങനെ താഴോട്ട് കൊണ്ടുവരും. കണ്ടക്ടർ എന്ന് വെച്ചാൽ ചാലകം വെച്ചിട്ട് ഇങ്ങനെ താഴോട്ട് കൊണ്ടുവന്നിട്ട് ഈ താഴെ നമുക്കുള്ള സാധനം, അതായത് രണ്ട് മെറ്റൽ പ്ലേറ്റുകളാണ് ഉണ്ടാവുക. രണ്ട് ഒരു സാധനങ്ങൾ, ഒരു രണ്ട് പേപ്പർ കഷ്ണം പോലെ രണ്ട് സാധനങ്ങൾ, അതിനെയാണ് നമ്മൾ ഇലക്ട്രോസ്കോപ്പിന്റെ ലീവ്സ് എന്ന് വിളിക്കുക, ദളങ്ങൾ എന്ന് നമ്മൾ പറയും. ഓക്കെ, ഇതാണ് നമ്മുടെ മെയിൻ ആള്. ഓക്കെ, അതുവരെ എല്ലാവരും കൂടെ നമ്മൾ ഇട്ട് വെക്കുക ഒരു ഗ്ലാസ് ജാറിന്റെ ഉള്ളിലാണ്. ഇതാണ് ഇലക്ട്രോസ്കോപ്പിന്റെ മൊത്തത്തിലുള്ള ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി എന്താണ് ഇവർ ചെയ്യുന്നത് എന്നുള്ളതാണ് കേട്ടോ. ഇലക്ട്രോസ്കോപ്പിൽ നടക്കുന്ന സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ശരിക്കും ഇലക്ട്രോസ്കോപ്പ് എന്തിനാണ്? ഒന്നുകിൽ ഒരു വസ്തുവിന് ചാർജ് ഉണ്ടോ എന്ന് അറിയാൻ പറ്റും, ഇല്ലെങ്കിൽ കുറച്ച് ചാർജ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ പറ്റുന്നതിനാണ് നമ്മൾ ഇലക്ട്രോസ്കോപ്പ്. മെയിൻ ആയിട്ട് ചാർജ് ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു സാധനം ഉണ്ട്, അതിന് ചാർജ് ഉണ്ടോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇലക്ട്രോസ്കോപ്പിന്റെ അടുത്ത് കൊണ്ടുവന്നാൽ മതി. അതിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലീവ്സ് ഉണ്ടല്ലോടാ, നമ്മുടെ ദളങ്ങൾ, ഇതിങ്ങനെ ആയിരിക്കും നിൽക്കുന്നുണ്ടാവുക. ഇങ്ങനെയായിരിക്കും സാധാരണഗതിയിൽ. ഇലക്ട്രോസ്കോപ്പിന്റെ അടുത്ത് ഇപ്പോൾ ആരും ഇല്ല, സാധാരണഗതിയിൽ ഇങ്ങനെയാണ് നിൽക്കുന്നുണ്ടാവുക. ഇതിന്റെ അടുത്തേക്ക് നമ്മളൊരു നെഗറ്റീവ് ചാർജുള്ളൊരു സാധനം കൊണ്ടുവന്നു, ഒരു റോഡ് കൊണ്ടുവന്നു, ഒരു ദണ്ട് കൊണ്ടുവന്നു എന്ന് വിചാരിക്കാം. അയ്യോ, ഇതാരാ ഇത്? അപ്പൊ നമ്മളൊരു നെഗറ്റീവ് ചാർജുള്ള ഒരു റോഡ് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിന്റെ അടുത്തേക്ക്, ഇത് മെറ്റൽ ഗ്ലോബ് ആണല്ലോ, ഒരു ലോഹഗോളം. ഓക്കെ, ഇതിനിപ്പോ ചാർജ് ഇല്ല. പക്ഷേ നമ്മൾ ഇതിനടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇവിടെ എന്ത് നടക്കും? ചാർജിങ് ബൈ ഇൻഡക്ഷൻ, പ്രേരണം വഴിയുള്ള ചാർജിങ്. ഓക്കെ, സോ ഇവിടെ ചാർജിങ് ബൈ ഇൻഡക്ഷൻ അഥവാ പ്രേരണം വഴിയുള്ള ചാർജിങ് നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ നെഗറ്റീവ് കൊണ്ടുവരുമ്പോൾ ഇവിടുത്തെ പോസിറ്റീവുകളൊക്കെ ഇങ്ങനെ അടുത്തേക്ക് വരൂലേ? പോസിറ്റീവ് ഒക്കെ അടുത്തേക്ക് വരും. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന നെഗറ്റീവുകൾക്ക് എന്ത് സംഭവിക്കും? നെഗറ്റീവ് നമ്മൾ റിപ്പൽഷൻ ആണ്, വികർഷണം അല്ലെ. അപ്പൊ അവരിങ്ങനെ താഴോട്ട് ഇറങ്ങും അല്ലെ. താഴോട്ട് ഇറങ്ങിയിട്ട് എന്ത് സംഭവിക്കും? നമ്മളുടെ ലീവ്സിലേക്ക്, ദളങ്ങളിലേക്ക് വരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇങ്ങനെ നിൽക്കുന്ന രണ്ടാൾക്കാർക്ക് നെഗറ്റീവ് ചാർജ് കിട്ടി എന്ത് സംഭവിക്കും? റിപ്പൾഷൻ, വികർഷണം നടക്കും. അപ്പൊ നമ്മളുടെ ദളങ്ങളിൽ ലീവ്സ് ഇങ്ങനെ വിടരും അല്ലെ. അപ്പൊ നിങ്ങളൊരു ചാർജ് ഉള്ള ഒരു സാധനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവർക്ക് എന്ത് സംഭവിക്കും? ഇവരിങ്ങനെ വിടരും. ചാർജ് ഇല്ലാത്ത സാധനമാണ് കൊണ്ടുവന്നെന്നുണ്ടെങ്കിലോ ഇവിടെ ഒന്നും സംഭവിക്കൂല. ഇതാണ് ഇലക്ട്രോസ്കോപ്പിന്റെ പ്രവർത്തനം. ഇനി നമ്മളോട് ചോദിക്കുക, മക്കളെ നമ്മളിവിടെ പോസിറ്റീവ് ചാർജ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് ചോദിക്കും. അപ്പൊ എന്താ സംഭവിക്കുക? സപ്പോസ് നമ്മൾ ഈ കൊണ്ടുവരുന്നത് നേരെ തിരിച്ചാണെന്ന് വിചാരിക്കാം. അതായത് ഞാൻ കൊണ്ടുവരുന്നത് ഒരു പോസിറ്റീവ് ചാർജാണ്. അപ്പൊ എന്താ സംഭവിക്കുക? ഇവിടുത്തെ നെഗറ്റീവ് ചാർജുകളൊക്കെ അടുത്തേക്ക് വരും ഇല്ലേ. അപ്പൊ ഇവിടുന്ന് ആരാ തള്ളപ്പെടുക? പോസിറ്റീവ് ചാർജുകൾ തള്ളപ്പെടും. ആ പോസിറ്റീവ് ചാർജുകൾ മൊത്തം എവിടേക്ക് ഇറങ്ങും? നമ്മുടെ ലീവ്സിലേക്ക്, ദളങ്ങളിലേക്ക് ഇറങ്ങും. ഇവർക്ക് എന്ത് സംഭവിക്കും? വിടരും അല്ലേ. ദ ലീവ്സ് വിൽ ഡൈലേറ്റ്. ക്ലിയർ ആണോ? ഇതാണ് എന്തിൽ സംഭവിക്കുന്നത്? ഇലക്ട്രോസ്കോപ്പിൽ നടക്കുന്നത്. സോ നിങ്ങൾ നെഗറ്റീവ് കൊണ്ടുവന്നാലും പോസിറ്റീവ് കൊണ്ടുവന്നാലും എന്ത് സംഭവിക്കും? ലീവ്സ് എന്ത് ചെയ്യും? വിടരും. ഓക്കെ, ദളങ്ങൾ എന്ത് ചെയ്യും? വിടരും. ഓക്കെ അല്ലെ. ദേ റിപ്പൽ ഈച്ച് അതർ. റെഡി? അപ്പോ ഇവിടെ നിങ്ങൾക്ക് പല രീതിയിൽ ചോദ്യം വരാം. അതായത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ചാർജ് കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കും? ചാർജ് ഇല്ലാത്ത സാധനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നൊക്കെ ചോദിക്കാം. അതിന്റെ പുറമെ ചിലപ്പോൾ ചോദിക്കും, നമ്മൾ കൊണ്ടുവരുന്നത് ഒരു നെഗറ്റീവ് ചാർജ് ഉള്ള വടിയാണ്, അങ്ങനെയെങ്കിൽ ലീവ്സിൽ എന്ത് ചാർജാണ് ഉണ്ടാവുക എന്നുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്യാം? ചോദ്യം വരാം. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അതിന്റെ ഉത്തരവും എഴുതാൻ പറ്റും. ഇപ്പൊ ഇലക്ട്രോസ്കോപ്പ് കംപ്ലീറ്റ് ക്ലിയർ ആയില്ലേ?